എവരിവൺ, വെൽക്കം ടു CodeCoders Malayalam യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവേർട്ടഡ് റൈറ്റ് ഹാഫ് പിരമിഡ് പാറ്റേൺ, അതുപോലെ ഇൻവേർട്ടഡ് ലെഫ്റ്റ് ഹാഫ് പിരമിഡ് പാറ്റേൺ. അപ്പോൾ ഈ ഒരു രണ്ട് രീതിയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാറ്റേൺസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇവിടെ കാണുന്നത് പോലെ, പിക്ചറിൽ കാണുന്നത് പോലെ അതിൻ്റെ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ സ്റ്റാർ പ്രിൻറ്റ് ചെയ്യിക്കാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 0-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 0, 1, 2, 3, 4 അതുവരെയാണ്. ടോട്ടൽ നമുക്ക് 5 റോയിലായിട്ടാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യിക്കേണ്ടത്, അതുപോലെ 5 കോളങ്ങളിലുമായിട്ട് ഫസ്റ്റ്. അപ്പോൾ അതിന് നമ്മൾ 0-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റത്തെ റോയിൽ എന്ത് ചെയ്യണം? നമുക്ക് 5 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യിക്കേണ്ടതുണ്ട്. അപ്പോൾ 5 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾ മെയിൻ ലൂപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, മെയിൻ ലൂപ്പിലാണ് നമുക്ക് എത്ര റോസിലായിട്ട് നമുക്ക് വേണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ പിന്നെ ഓരോ റോയിലും എത്ര തവണ പ്രിൻറ്റ് ചെയ്യിക്കണം എന്നാണ് നമ്മൾ ഇന്നർ ലൂപ്പിൽ ഡിസൈഡ് ചെയ്യുന്നത്, പ്രിൻ്റ് എഫ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇന്നർ ലൂപ്പിലെ പ്രിൻ്റ് എഫിൽ നമ്മൾ എന്ത് ചെയ്യാം? 5 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ റോസ് എന്ന് കൊടുത്താൽ മതി. കാരണം റോൻ്റെ വാല്യൂ എന്തായിരിക്കും? 5 ആയിരിക്കും. യൂഷ്വലി നമ്മൾ 5 ആണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 5 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യാം. പക്ഷേ സെക്കൻഡ് കേസിൽ വരുമ്പം, സെക്കൻഡ് മെയിൻ ലൂപ്പ് നമ്മളത് ഒന്നുകൂടി ഇറ്ററേറ്റ് ചെയ്ത് വരുമ്പോൾ വീണ്ടും നമ്മൾ റോൻ്റെ വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് ലൂപ്പിലും 5 സ്റ്റാർ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഉള്ള 5 സ്റ്റാർ 5 റോസിലും 5 കോളംസിലും 5 സ്റ്റാർ വീതം പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഓരോ അതായത് ഓരോ റോ കഴിയുന്ന ടൈമിലും നമുക്ക് ഓരോ സ്റ്റാർ വീതം അതിൽ നിന്ന് ഡിക്രിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അതിന് ഫസ്റ്റത്തെ കേസിൽ നോക്കൂ. ഫസ്റ്റത്തെ കേസിൽ 0 ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? റോ എന്ന് പറയുന്നത് 5 ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ 5-ൽ നിന്ന് 0 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 5 തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എത്ര റോ ഉണ്ടോ അതിനനുസരിച്ച് ഇന്നർ ലൂപ്പ് പ്രിൻറ്റ് ചെയ്യിച്ചാൽ മതി. സെക്കൻഡ് കേസിൽ വരുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ എന്ത് ചെയ്യാം? ഈ റോൻ്റെ വാല്യൂ 5 ആണ്. ആ 5-ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 4. അപ്പോൾ 4 ടൈംസ് എന്ത് ചെയ്യുക? ഇന്നർ ലൂപ്പ് പ്രിൻറ്റ് ചെയ്യിച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ കുറച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് എത്ര? 5-ൽ നിന്ന് വീണ്ടും 2 കുറച്ച് കഴിഞ്ഞാൽ 3 കിട്ടും. അതുപോലെ 5-ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 2. അങ്ങനെ നമുക്ക് ഡിക്രിമെൻറ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റാർ പാറ്റേൺ പ്രിൻറ്റ് ചെയ്യിക്കാൻ കഴിയും. ഇതാണ് ഇൻവേർട്ടഡ് റൈറ്റ് ഹാഫ് പിരമിഡ് പാറ്റേൺ. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ലെഫ്റ്റ് ഹാഫ് പിരമിഡ് പാറ്റേൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കേസ് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. ഇതിൻ്റെ കേസിൽ വരുന്നത് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഈ ഒരു രീതിയിൽ ഇവിടെ സ്പേസ് ആയിട്ടാണ് വരുന്നത് നമുക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമുക്ക് സ്റ്റാർ പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സ്പേസ് പ്രിൻറ്റ് ചെയ്യിക്കാനുള്ള ഒരു ലൂപ്പ് കണ്ടെത്തണം. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റാർ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് ഹാഫ് പിരമിഡ് പാറ്റേൺ, ഇൻവേർട്ടർ റൈറ്റ് ഹാഫ് പിരമിഡ് പാറ്റേൺ പ്രിൻറ്റ് ചെയ്യിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെ ഇതിലോട്ട് ജമ്പ് ചെയ്യുന്നുവെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരിട്ട് കോഡിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇൻഡ് റോസ് അസൈൻ 5 എന്ന് കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ മെയിൻ ലൂപ്പ്. അതിൽ ഇൻഡ് ഐ അസൈൻ നമ്മൾ എന്ത് ചെയ്യാം? 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡിഫറൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഐ അസൈൻ 0, ഐ ലെസ് ദാൻ ഏതുവരെ നമുക്ക് വേണം? റോസ് i++. ഓക്കെ, അപ്പോൾ മെയിൻ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ആരെങ്കിലും 0 അല്ല 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ എന്ത് ചെയ്താൽ മതി? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നിട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ 2 ലൂപ്പിന് ഒരുപോലെ ആയിരിക്കും അത് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 0-ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇന്നർ ലൂപ്പാണ് നമുക്കിനി ആവശ്യം. അപ്പോൾ ഇന്നർ ലൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് വേറൊരു വേരിയബിൾ നെയിം കൊടുക്കാം, ജെ എന്ന് കൊടുക്കാം. ജെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്ന് തന്നെയാണ്. ജെ ലെസ് ദാൻ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? റോസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു? നമുക്ക് 5 സ്റ്റാർ വീതം പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കണം. നമുക്ക്
അതിൽ നിന്ന് ഐ എന്ത് ചെയ്യുക, കുറക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഡിക്രിമെൻറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ജെ പ്ലസ് പ്ലസ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇനി നമ്മൾ പ്രിൻ്റ് നമ്മൾ സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ സെമികോളൻ, അതിന് ശേഷം നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സ്റ്റാർ ആണോ പ്രിൻ്റ് ചെയ്യേണ്ടത് അത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, /n എന്ന് ടൈപ്പ് ചെയ്യണം അതിൻ്റെ ആ ലൂപ്പിൻ്റെ പുറത്ത്. ഓക്കെ, എങ്കിലേ അത് നെക്സ്റ്റ് ലൈനിലോട്ട് വരും. ഓക്കെ, ഇവിടെ എന്താണ് ഒരു മിസ്റ്റേക്ക് കാണുന്നത്, ഐ ലെസ് ദാൻ റോസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സെമികോളം മിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് സിമ്പിളായിട്ട് നമുക്ക് വരുന്ന എറേഴ്സാണ്. നമുക്ക് അതുപോലെ എങ്ങനെ ഡിബഗ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഇൻവെർട്ടഡ് റൈറ്റ് ഹാഫ് പിരമിഡ് പാറ്റേൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, റോസിൻ്റെ വാല്യൂ കൊടുക്കുന്നു, റോയിൽ നിന്ന് ഐ ഡിക്രിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അങ്ങനെ നമുക്ക് ഇവിടെ 5 സ്റ്റാർ, പിന്നെ 4 സ്റ്റാർ, 3, 2, 1 അങ്ങനെ പ്രിൻ്റ് ചെയ്യിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇനി ഇവിടെ നമ്പർ പ്രിൻ്റ് ചെയ്യിക്കണമെങ്കിൽ ഒരു പണിയുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാതെ %d നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പഠിച്ചതാണ്. %d എന്ന് പറഞ്ഞ് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമുക്ക് ജെൻ്റെ വാല്യൂ ഒന്ന് പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, ജെൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0യിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ജെൻ്റെ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ +1 സ്റ്റാർട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ 1ൽ നിന്ന് അത് പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് 0യിൽ നിന്ന് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ജെ മാത്രം നമുക്ക് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് എന്ത് ചെയ്യാം, നമ്മളെ ആൽഫബറ്റ് പ്രിൻ്റ് ചെയ്യിക്കാൻ എന്ത് ചെയ്യണം, %d എന്നുള്ളത് ഒഴിവാക്കിയിട്ട് %c എന്ന് കൊടുക്കുന്നു. അതുപോലെ എന്ത് ചെയ്യണം, നമുക്ക് എ എന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, +j കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി, ABCD അതുപോലെ ഡിക്രിമെൻ്റായി വരുന്ന രീതിയിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യിക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇവിടെ തന്നെ ജസ്റ്റ് സ്മോൾ ലെറ്റർ കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ ഇവിടെ 65 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രിൻ്റ് ചെയ്യാം, ഈ സെയിം ലൂപ്പ് തന്നെ പ്രിൻ്റ് ചെയ്യിക്കാം ആൽഫബറ്റിൻ്റെ. അതുപോലെ 97 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 97 എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എൻ്റെ ആൽഫബറ്റ് കീ ആണ്, അതായത് ആസ്കി കീ ആണ്. ഓക്കെ, ആസ്കി വാല്യൂ ആണ്. അപ്പോൾ അത് നമുക്ക് പ്രിൻ്റ് ചെയ്യിക്കാം സ്മോൾ ലെറ്ററിൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റൈറ്റ് ഹാഫ് പിരമിഡ്, ഇൻവെർട്ടർ റൈറ്റ് ഹാഫ് പിരമിഡ് പാറ്റേൺ. ഓക്കെ, ഇനി നമുക്ക് ഇൻവെർട്ടർ ലെഫ്റ്റ് ഹാഫ് പിരമിഡ് പാറ്റേൺ പഠിക്കാം എങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ വരുന്നത് ഫസ്റ്റ് സ്പേസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കോഡിൽ എങ്ങനെയാണ് ഞാൻ ചേഞ്ച് വരുത്തുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ കേസ് നമുക്ക് ഒഴിവാക്കാം. ഇവിടെ നമുക്ക് സ്റ്റാർ എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പ്രിൻ്റ് ചെയ്ത സ്റ്റാർ തന്നെയാണ്. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യാം, ഈ ഇന്നർ ലൂപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഞാൻ വേറൊരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇതിന് നമ്മൾ വേറൊരു നെയിമാണ് കൊടുക്കുന്നത്, K എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങത്തെ ലൂപ്പിന് നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം, I എന്ന് കൊടുക്കണമെന്നില്ല. ഓരോ ലൂപ്പിനും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് നെയിം കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ K നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്ന് തന്നെയാണ്. K ലെസ് ദാൻ, ഇവിടെ ഞാൻ K ലെസ് ദാൻ I എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി K പ്ലസ് പ്ലസ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ പ്രിൻ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ സെക്കൻഡാണ് നമുക്ക് സ്റ്റാർ പ്രിൻ്റ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് സ്പേസ് പ്രിൻ്റ് ചെയ്ത് വരണം. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ 0ൻ്റെ വാല്യൂ എന്താണ്, ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് printf എന്ന് കൂടി കൊടുക്കാം. എന്നിട്ട് ഒരു സ്പേസ് ഇടാം. ഇവിടെ ഒരു സ്പേസ് ഇട്ടിട്ട് K ലെസ് ദാൻ I. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 സ്പേസ് ആവശ്യമുണ്ട്. ഓക്കെ, ഇതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ഒരു സ്റ്റാർ ഉണ്ടാവും, ആ സ്റ്റാർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു സ്പേസും ഉണ്ട്, വൈറ്റ് സ്പേസും ഉണ്ട്. അപ്പോൾ അതുകൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് 2 സ്പേസ് വീതമായിരിക്കും നമുക്ക് ഒഴിവാക്കി കളയേണ്ടത്. അതിന് ശേഷമാണ് നെക്സ്റ്റ് സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് വരേണ്ടത്. ഓക്കെ, ഈ ഒരു രീതിയിൽ ഇവിടുന്ന്. അപ്പോൾ അതിനുവേണ്ടി K ലെസ് ദാൻ I എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു സെമിക്കോളൻ കുറവുണ്ട്. ഓക്കെ, ഓക്കെ, ഇപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറെ രീതിയിൽ കൂടി എഴുതാം. ഇവിടെ 2 സ്പേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് ഒരു സ്പേസ് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി,
ഇവിടെ k ലെസ് ദാൻ 2 ഇൻറ്റു ഐ എന്ന് കൊടുക്കാം. ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുക. അതായത് ഐൻ്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാം, നമ്മൾ 0 അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സ്പേസ് പ്രിൻ്റ് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റത്തെ കേസിൽ വരുമ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ 0 എന്ന് കൊടുത്തിട്ട് 2 സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫസ്റ്റ് ഒരു സ്റ്റാർ, ഈ ഫസ്റ്റത്തെ കേസിൽ നമുക്ക് ഫസ്റ്റത്തെ റോയിൽ 5 സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് ഒരു സ്റ്റാറും ഒരു വൈറ്റ് സ്പേസും അവിടെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഈ ലൂപ്പ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക എങ്ങനെ വർക്കിങ്. k 0 ആണ്. ഐൻ്റെ വാല്യൂ എന്താ ഇവിടെ വരുന്നത്, ഐൻ്റെ വാല്യൂം 0 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, k ലെസ് ദാൻ, k എന്ന് പറയുന്നത് 0, k ലെസ് ദാൻ ഐ, അതായത് 0 ലെസ് ദാൻ 0 ആണോ നോക്കും. അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യില്ല, ഈ ഒരു ഫോർ ലൂപ്പ് ഇവിടെ പ്രിൻ്റ് ചെയ്യിക്കില്ല. അതായത് ഈ ഒരു ഫോർ ലൂപ്പ് വൈറ്റ് സ്പേസ് അവിടെ പ്രിൻ്റ് ചെയ്യില്ല. നേരെ സെക്കൻഡ് ലൂപ്പിലോട്ടാണ് വരുന്നത്. എന്നിട്ട് അവിടെ ഈ സ്റ്റാർ 5 പ്രാവശ്യം ഇവിടെ പ്രിൻ്റ് ചെയ്യും. അതിന് ശേഷമാണ് നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത്, /n നെക്സ്റ്റ് ലൈനിലോട്ട് മൂവ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെയും നമ്മുടെ മെയിൻ ലൂപ്പ് ഒരു പ്രാവശ്യം കൂടി വർക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇനി നമ്മുടെ ആൽഫബറ്റും നമ്പറും പ്രിൻ്റ് ചെയ്യിക്കാൻ നമ്മളൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ലോജിക്ക് മാത്രം, ലൂപ്പിൻ്റെ ലോജിക്ക് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, j+1, അതായത് ഓക്കെ j+1 എന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ പ്രിൻ്റ് ചെയ്യിച്ചു നമ്മൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആൽഫബറ്റ് പ്രിൻ്റ് ചെയ്യിക്കണമെങ്കിൽ ഓക്കെ C എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാം. അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, ആൽഫബറ്റിൻ്റെ നമ്പർ വേണമെങ്കിൽ നമുക്ക് നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആസ്കി വാല്യൂ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാം. 2 രീതിയിലാണ് നമ്മൾ ഈ ഒരു ഇന്നർ ലൂപ്പിൻ്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് പ്രിൻ്റ് ചെയ്യിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.